ഏവർക്കും സ്വാഗതം, വണക്കം, നമസ്കാരം. ഈ വീഡിയോ ചെയ്യുന്നത് 2024 ക്രിസ്മസ് ദിവസം ഏതാണ്ട് 10 മണിയോട് അടുക്കുമ്പോഴാണ്. ഇന്നേ ദിവസം ആരംഭിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ തിങ്ങി നിന്ന ഒരു അനുഭവം, ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ചിന്ത, മനുഷ്യ ജീവിതത്തിൽ ദൈവകൃപയ്ക്കുള്ള അതുല്യമായ അളവില്ലാത്ത സ്ഥാനമാണ്. പലപ്പോഴും നാം തിരിച്ചറിയാത്ത ഒരു യാഥാർത്ഥ്യം, മനുഷ്യ ജീവിതത്തെ താങ്ങി അത് അർത്ഥവത്താക്കി സ്ഥിതി ചെയ്യുവാൻ സഹായിക്കുന്നത് ദൈവകൃപ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ കഴിവുകൾക്ക് പ്രാധാന്യമില്ലെന്നോ അത് വേണ്ടതുപോലെ വികസിച്ച് ബുദ്ധിയോടെ പ്രയോഗിക്കുന്നതോ ഇല്ല എന്നോ അർത്ഥമില്ല. ദൈവകൃപ എന്നത് മനുഷ്യൻ്റെ ദൈവം നൽകിയിട്ടുള്ള കഴിവിനെ റദ്ദ് ചെയ്യുന്ന കാര്യമല്ല. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ പരിമിതികളെ അതിജീവിക്കത്തക്കവണ്ണം ദൈവത്തിൽ വിശ്വസിക്കുകയും വെളിച്ചത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അധികമായ ആനുകൂല്യമാണ്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ നാം ഒന്നുകിൽ കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കഴിയാതെ പോകുന്നു. ആ ഒരവസ്ഥയെപ്പറ്റി അല്പം ബോധവൽക്കരണം ഉണ്ടാകുന്നത് ആവശ്യവും വളരെ പ്രയോജനം ചെയ്യും എന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുമായി ചേർന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ, പങ്കിടുവാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ നന്നേ അധ്വാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ എൻ്റെ അധ്വാനങ്ങളുടെ ആകത്തുക പെറുക്കി വെച്ചിട്ട് ഞാൻ എവിടെ ആയിരുന്നു, എവിടെ ആയിരിക്കുന്നു, എൻ്റെ അനുഭവങ്ങൾ, അവസ്ഥകൾ, ഇവയുടെ യഥാർത്ഥത്തിലുള്ള വ്യാപ്തിയും അർത്ഥവും പൊരുളും ഒരിക്കലും വിശദീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ തുച്ഛമായ അധ്വാനം, പ്രയത്നം അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ, ഇടപെടലുകൾ, ഇവ ദൈവം സ്വീകരിക്കുകയും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അതിനെ അത്ഭുതകരമാം വണ്ണം വളർത്തുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യമാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, എല്ലാവരുടെയും അനുഭവത്തിൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഏറ്റക്കുറച്ചിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് തോതിൽ വരെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയി ഇപ്പോൾ അസാധ്യമെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ ദൈവകൃപയിൽ, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ച് നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ തോതിൽ ദൈവകൃപ ലഭ്യമാകുന്നു. ഒന്നും ചെയ്യാതെ മടികൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ നിഷ്ക്രിയരായി വലിയ ശല്യമൊന്നുമില്ലാതെ ലഭിച്ച ജീവിതം വല്ല വിധേനയും ഒന്ന് തീർത്ത് കിട്ടണം എന്ന വിധത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവകൃപ വേണ്ട തോതിൽ അനുഭവിപ്പാൻ കഴിയുകയില്ല എന്നതാണ് അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയ സത്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളിൽ നിന്ന് അവരുടെ ജീവിത അവസ്ഥകളെപ്പറ്റി അല്പം ബോധമുണ്ടാകുന്നത്, അറിവ് പ്രാപിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രയോജനം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ബോധമില്ലാത്ത ആളുകൾ ദൈവകൃപ എന്ന് പറയുന്നത് ചില പ്രത്യേക ആളുകളിൽ കൂടെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യമാണെന്നും അത് പ്രാപിക്കേണ്ടതിന് അവർക്ക് കൈക്കൂലി എന്ന പോലെ വലിയ തോതിൽ പണം കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തണമെന്നും ആ പണം ദൈവവേലയ്ക്ക് ഉപയോഗിക്കപ്പെടുമെന്നുള്ള വലിയ മിഥ്യ നമ്മുടെ മധ്യത്തിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്. ദൈവകൃപ എന്നതിന് ദല്ലാളുകളില്ല, മധ്യസ്ഥന്മാരില്ല, കച്ചവടക്കാരില്ല. അങ്ങനെ ഉണ്ട് എന്ന് ധരിക്കുന്നത് ദൈവത്തോട് നാം കാണിക്കുന്ന ഒരു അപമാനമാണ് എന്നതാണ് എൻ്റെ വിശ്വാസം. ദൈവകൃപ പ്രാപിപ്പാൻ അവകാശമില്ലാത്ത ഒരു ജീവി പോലും, ഞാൻ മനുഷ്യരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ജീവൻ എന്നത് ദൈവത്തിൽ നിന്ന് ഉദിക്കുന്ന പ്രതിഭാസമാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവകൃപയുടെ പരിധിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ജീവൻ്റെ ഒരു പ്രതിഭാസവും ഈ പ്രപഞ്ചത്തിലില്ല എന്നതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. അതുകൊണ്ടാണ് ചില ആളുകൾ അവർക്ക് പൈസ കൊടുത്താൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാമെന്ന് അവകാശപ്പെടുമ്പോൾ അവർ അസത്യത്തിൻ്റെ
കാട്ടു രാജാക്കന്മാരാണ് എന്ന് ഞാൻ പറയാനിടയാകും. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കൂടെയുള്ളത് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എൻ്റെ സഹോദരനായ എൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവായ ഡോക്ടർ മാത്യൂസ്, ജോർജ് മാത്യു. അദ്ദേഹം ദീർഘനാൾ വിദഗ്ധമായ സേവനത്തിന് ശേഷം നാഷണൽ ഹെൽത്ത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ പെൻഷൻ പറ്റി എന്ന് പറഞ്ഞാൽ തന്നെയും വളരെ സക്രിയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു ബ്രദറിൻലോ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ആത്മീയ ബ്രദറിൻലോ എന്ന നിലയിൽ കൂടെയാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഞാൻ എൻ്റെ സഹോദരനായ മാത്യുവിനോട് ചോദിക്കാൻ ധൈര്യപ്പെടുകയാണ്. താങ്കളുടെ ജീവിതത്തിൽ ദൈവകൃപ വ്യക്തമായി അനുഭവിക്കാനിടയായ ചില സംഭവങ്ങളെങ്കിലും ഓർമ്മയിലുണ്ടാകും. അത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി, സഹോദരങ്ങളുമായി പങ്കിടുന്നത് അവർക്കും ഉത്തേജനത്തിന് നിമിത്തമാകും എന്നതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ. മാത്യു ഏതാണ്ട് അരനൂറ്റാണ്ട് വിദേശത്തായിരുന്നത് കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷും മലയാളവും കലർത്തി പറയും. അത് സ്വാഭാവികമാണ്. ഭാഷ നമുക്ക് ഒരു പ്രശ്നമല്ല. ഭാഷയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ആശയങ്ങളുടെ ദൈവികമായ കൃപ അതും കൂടെ അനുഭവിക്കാൻ നമുക്കിടയാകട്ടെ. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ഒന്ന് പങ്കിടുന്നത്. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ഞങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാനുള്ള ഏക ക്രിസ്തുമസ് സമ്മാനം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ, ഞങ്ങളുടെ വേഷഭൂഷാദികൾ ഇങ്ങനെയാണെങ്കിലും ഞങ്ങളെ നിങ്ങളുടെ ക്രിസ്തുമസ് ഫാദറുകളായി ദയവായി അംഗീകരിക്കണം. നിങ്ങൾക്ക് തരാനുള്ള ആ ആകപ്പാട് ക്രിസ്മസ് സമ്മാനം ഇത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. നമുക്കറിയാം, പത്രോസും യോഹന്നാനും ദേവാലയത്തിൻ്റെ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പടിവാതിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ഭിക്ഷ യാചിച്ചിരുന്ന മനുഷ്യനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളതൊക്കെ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതാണ് ക്രിസ്മസ് സമ്മാനം. അതാണ് ക്രിസ്മസ് സമ്മാനം. അപ്രകാരമുള്ള ഒരു ക്രിസ്മസ് സമ്മാനം ഈ എളിയവരുടെ സംരംഭത്തിൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇനി ഞാൻ മൗനം പാലിച്ച് ഇഷ്ടമുള്ള സമയം ഡോക്ടർ മാത്യുവിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരത്തിനായി ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു അവസരം കൈമാറുകയാണ്. Thank you, Reverend Wilson. Today is Christmas Day. So first of all, let me convey our warmest wishes to all those who are hearing us. What I want to tell you is that for everybody, without exception, God has a plan and purpose in each one's life. And I am one who have experienced the grace of God, His kindness, His mercy, even though I am a sinner. So let me go into the couple of incidents. One I will tell you from my childhood, and another I will tell you from my life in my 40s. When I was a child, my parents used to live very near to a railway track. One morning, when we woke up, and I was just outside the house. Was this in Tiruvalla? In Tiruvalla. Tiruvalla. In Tiruvalla. Yes. Yeah. I heard a lady shouting, crying for help. And I leaned over the fence and I saw the sound coming from somewhere near the railway track. So ഞാൻ പെട്ടെന്ന് ആ ഫെൻസ് ചാടി ഈ ക്രൈ വന്ന സ്ഥലത്തേക്ക് ഓടി.
എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇറ്റ് വാസ് എ ക്രൈ ഫോർ ഹെൽപ്പ്. സോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹത്തിൽ ഓടി ഏകദേശം അങ്ങ് എത്തിയപ്പോഴേ കാണുന്നത് ഒരു മനുഷ്യൻ, ഒരു മെയിൽ ട്രാക്കിൽ തല വെച്ച് കിടക്കുകയാണ്. ആൻഡ് ദിസ് ലേഡി വാസ് ക്രൈയിങ് ഔട്ട് ഫോർ ഹെൽപ്പ്. ആത്മഹത്യ ചെയ്യാൻ അല്ലേ? അതെ. So in the panic, as I was running, what happened, I tripped over this signal wire and I fell forward. My chest, hit against on the rail track, and my breathing stopped. My head hit somewhere in the middle between the two rail tracks. And I momentarily lost consciousness. So, and that's all I remembered at the time. And when I woke up, what I found was somebody was carrying me and shaking me to get my breathing going and to get my consciousness back. And the train had stopped a little distance away from me. So that's what I saw. I could have been run over by the train. I could have died on the spot. But it so happened that I didn't. So that was an incident which later in my life I gave a lot of thought. And I clearly saw that was the grace of God that saved me. The angel of God protected me, was there. Now the second incident is in my 40s, when I was working as a surgeon in one of the hospitals, mission hospitals in Tiruvalla. One day I was... This is Pushpagiri Hospital. Yeah. One day I was doing ward rounds, and while I was doing the ward rounds, I suddenly had a pain in my chest. So my juniors, asked me to lie down. They took an ECG and found there were some changes. So they called the cardiologist. So the cardiologist came. He repeated the ECG, the electrocardiogram, and he told me there are some changes. It's better that we admit you to the coronary care unit. So I was admitted in the coronary care unit. The cardiologist, before I went to the CCU, coronary care unit, and he told me that it's better that we give you something to lyse the clot, that's dissolve the clot which probably be blocking an artery in my heart. So after reaching the coronary care unit, the nurse came, put up a drip and gave me oxygen, and then he started the medication for dissolving the clot in the artery of the heart, supplying the heart. She started the infusion and then she went out. A minute or so later, I started having difficulty in breathing, and it became, very quickly worse, and it came to the stage that I was really gasping for breath. I could not breathe, and all I could, I thought I was going to die, and I was really struggling. And suddenly, from nowhere, my wife came into the room, and she saw me really struggling. So she called out the nurses and the nurses and the doctors. They all came. Then I had various medications, injections to treat the condition. It was, in medical terms, it's called an anaphylactic reaction.
anyway, with the treatment, it all settled. What I want to say is, had it not been that my wife didn't come into the room, or was not sent Yeah. into your room, was not sent to the room, or she didn't come into the room, I mean, I would have died in another 1 or 2 minutes. And I think when I look back, I really see the hand of God. You know, it is, as you said, kripa, or grace or mercy of God, which sent my wife at the right time to the place. So, and I, having given a lot of thought about it, I'm convinced in my life that God has a purpose and a plan for each and every one of us. It's a question of whether we are willing to subject ourselves to the directive of God. He has a plan. What He wants us to do is to go along the path He has chosen for us. So in my life, I have always given wherever He leads me, in whatever way He leads me, I am always yielding. And I have found I was tremendously not just blessed. Each stage of my life, God has directed me in my travel of life. താങ്ക് യു. മാത്യു പറഞ്ഞതിനെ ആസ്പദമാക്കി ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാം. ഒന്നാമത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പൊതുവായി പങ്കിടുമ്പോൾ ദോഷൈക ദൃക്കുകൾ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യാതീതമായ ശക്തി പ്രവർത്തിക്കുന്നില്ല എന്ന് ശാഠ്യം പിടിക്കുന്നവർ സാധാരണ പ്രതികരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ജോർജ് മാത്യുവിനെ പാളത്തിൽ തള്ളിയിട്ടിട്ട് വേണോ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു വ്യക്തിയെ നയിക്കേണ്ടത്? ദൈവത്തിൻ്റെ കൃപ വേറെ രൂപത്തിൽ പ്രവർത്തിച്ചുകൂടായിരുന്നു. അതായത് ജോർജ് മാത്യു അവിടെ പാളത്തിൽ ആത്മഹത്യയ്ക്ക് തലയിട്ടിരിക്കുന്ന ആളിനെ കണ്ട് നിലവിളിച്ച സ്ത്രീയുടെ മുറവിളി കേട്ട് അവിടെ ചെന്നപ്പോൾ, ചാടിയപ്പോൾ ജോർജ് മാത്യുവിനെ വീഴാതെ കാത്തു സൂക്ഷിച്ചാൽ മതിയായിരുന്നുവല്ലോ, എന്നാൽ പ്രശ്നമില്ലായിരുന്നുവല്ലോ. ജോർജ് മാത്യുവിന് അനാവശ്യമായ വേദന, ശാരീരികമായ വലിയ പ്രയാസം, അങ്ങനെയുള്ള വീഴ്ച ഒരിക്കൽ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ മൂർച്ച എത്ര വലുതാണ്. ശ്വാസം എടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിപ്പോകും. അതൊന്നുമില്ലാതെ കാര്യം സാധിക്കാമല്ലോ എന്ന് ആഴത്തിൽ ചിന്തിക്കുവാൻ മനസ്സില്ലാത്ത ആളുകൾ, അവരെ ഇംഗ്ലീഷിൽ പറയുന്നത് ഫ്രിവലസ് മൈൻഡ്സ് എന്നാണ്. ഫ്രിവോളിറ്റി, അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ജോർജ് മാത്യു വീഴാതെ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ചിന്തിക്കുവാനൊന്നും ഉണ്ടാകുമായിരുന്നില്ല, ഓർത്തിരിക്കാനൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മനുഷ്യൻ്റെ സ്വഭാവം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ദീർഘനാൾ പ്രയാസപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എല്ലാവരോടുമായി പറയാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ, അതായത് വിഷമമേറിയ ഘട്ടങ്ങളിൽ, അനുഭവങ്ങളിൽ, അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ മനുഷ്യന് സാധാരണയുള്ള താരിപ്പിൽ നിന്ന് അതീതമായി വേറിട്ട് ചിന്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ മലയാളത്തിൽ ബുദ്ധിമുട്ട് എന്നൊരു വാക്കുണ്ട്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ വന്ന് മുട്ടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ മുട്ടില്ലെങ്കിൽ ബുദ്ധി ഉണരുകയില്ല എന്നൊരു ചിന്ത അവിടെ തന്നെയുണ്ട്, വാക്കിൽ തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അല്ലാതെ വേറെ മതിയായിരുന്നല്ലോ, അതെന്താ ദൈവമെന്നോ, അങ്ങനെ ചിന്തിക്കുന്നത് ഉചിതമല്ല എന്നൊരു എളിയ അഭിപ്രായം ഈ ഉള്ളവനുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്,
ജോർജ് മാത്യു CCUവിൽ ശ്വാസം മുട്ടി അല്പം പോലും ശ്വാസം എടുക്കാൻ വയ്യാതെ അദ്ദേഹത്തിന് കൊടുത്ത മരുന്നിൻ്റെ റിയാക്ഷൻ എന്ന നിലയിൽ ജീവൻ അപകടത്തിലായിരിക്കുന്ന ആ സമയത്ത് 1 മിനിറ്റ് വൈകിയാൽ 2 മിനിറ്റ് വൈകിയാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഇദ്ദേഹം മരിച്ചുപോയി എന്ന് മാത്രം എഴുതി തള്ളാവുന്നൊരു സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു എന്ന് ആരും അറിഞ്ഞിട്ടല്ല ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ, ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഇളയ സഹോദരി, ദൈവനിയോഗം എന്ന പോലെ അവിടെ കയറി ചെന്ന് ജീവൻ സംരക്ഷിക്കുവാൻ ഉള്ള ഒരു ഇടപെടൽ നടത്തുവാൻ അത് കൃപ ഉയരത്തിൽ നിന്നാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ നാം സാധാരണ വെച്ചു കൊടുക്കുന്ന ധാരണ എന്താണ്? ചില പ്രത്യേകമായ ആളുകൾ, ഇന്ന പ്രവാചകൻ, ഇന്ന ദൈവദാസൻ, ഇന്നയാൾ, പ്രത്യേക കൃപ ലഭിച്ച ഇന്നയാളിൽ കൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ എന്ന നമ്മുടെ ധാരണ എത്രയോ അസ്ഥാനത്താണ്. സ്വന്തം ഭാര്യയിൽ കൂടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരാമെന്ന് എന്താണ് സ്വീകരിക്കാൻ ഇത്ര മടി? അന്യനായ ഒരു വ്യക്തിയിൽ കൂടെ, ജോർജ് മാത്യു പാളത്തിൽ വീണ് ബോധം കെട്ട് കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പൊക്കിയെടുത്ത് ശ്വാസം തിരികത്തക്കവണ്ണം ഏതാണ്ട് വൈദ്യശാസ്ത്രം അറിയാവുന്ന പോലെ കുലുക്കി ശ്വസിക്കുന്ന വിധത്തിലാക്കി തീർത്ത കരങ്ങൾ, അതൊരു അജ്ഞാതൻ്റെ കരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് ദൈവകൃപയുടെ ഒരു പ്രവാഹമാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം? അതിനു പകരം ഇന്ന ആൾ ദൈവം, ആ പ്രവാചകൻ, ഈ ദൈവദാസൻ, അവിടെ മാത്രം പോയി അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്താൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള ഈ ഒരു സങ്കല്പം തികച്ചും നികൃഷ്ടമാണ്. ഇത് ദൈവത്തെ കളിയാക്കുന്ന പരിപാടിയാണ്. ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയുടെയും കഴിവിൻ്റെയോ അല്ലെങ്കിൽ സ്വാധീനത്തിൻ്റെയോ അല്ലെങ്കിൽ തരികിട പ്രവൃത്തികളുടെയോ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സർവ്വലോകത്തെയും സൃഷ്ടിക്കുകയും സന്ധിക്കുകയും ചെയ്യുന്ന ദൈവം അതിൻ്റെ ഒരു ചെറിയ അംശമായ കൊതുക് പോലും അല്ലാത്ത മനുഷ്യൻ്റെ പണക്കൊതി അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ അന്ധകാരം എത്ര വലുതായി മുറ്റിയിരിക്കണം എന്ന് നാം ആലോചിച്ച് നോക്കണം. ദൈവത്തിൻ്റെ കൃപ നാം ശ്വസിക്കുന്ന വായു പോലെ, നാം ഉപയോഗിക്കുന്ന വെള്ളം പോലെ, നാം വസിക്കുന്ന ഈ ഭൂമിയുടെ നന്മ പോലെ എപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് നാം അനുദിനം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളാകയാൽ നാം അവ ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. കണ്ണ് തുറന്നൊന്ന് കാണുവാൻ, മൂക്കിൽ കൂടെ ശ്വാസമെടുക്കുവാൻ, വീഴാതെ എഴുന്നേറ്റ് നിൽക്കുവാൻ, അല്പമൊക്കെ വാർദ്ധക്യത്തിൽ പ്രവേശിച്ച് എനിക്കറിയാം. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഒരു കാര്യം വായിച്ചാൽ അത് മനസ്സിൽ സംഗ്രഹിച്ചു വെക്കാൻ, മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ, ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലൊക്കെയും ഞാൻ മനുഷ്യൻ്റെ കഴിവുകൾക്ക് അപ്പുറത്ത് മനുഷ്യൻ്റെ കഴിവുകളുടെ പരിമിതികളെ നിരത്തിയിട്ട് അവനെ എല്ലാറ്റിനും മതിയാകുന്നവനാക്കുന്ന ഒരു വലിയ കൃപ വ്യാപരിക്കുന്നുണ്ട് എന്നത് എനിക്കും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷീകരിക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാന സത്യം തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രവാചകന്മാരല്ല. ഞങ്ങൾ രണ്ടുപേരും ഈ സാധാരണ പറയപ്പെടുന്നത് പോലെ ദൈവദാസന്മാരല്ല. എന്നാൽ ദൈവകൃപയുടെ തണലിൽ ആജീവനാന്തം ഞങ്ങൾ അറിയാതെ പോലും ജീവിച്ചിരിപ്പാനും നാളിതുവരെയും ആ കൃപയുടെ തണലിൽ വസിപ്പാനും ഇടയായി എന്ന അനുഭവ സാക്ഷ്യമാണ് ക്രിസ്മസ് സമ്മാനമായി, ഒരേ ഒരു ക്രിസ്മസ് സമ്മാനമായി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ താല്പര്യപ്പെടുന്നത്. അതല്ലാതെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല തന്നെ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ, അനുഗ്രഹമായി തീരട്ടെ, വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ശ്രവിക്കുന്ന ഏവർക്കും അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ദിനവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നവവർഷവും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.